ടി ജി DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു പി ജയരാജൻ. കണ്ണൂരെ വളരെ വലിയ പ്രവർത്തനങ്ങളുണ്ടായിരുന്ന ഒരു നേതാവ്. അതായത് എനിക്ക് തോന്നുന്നു പിണറായിയേക്കാൾ കൂടുതൽ ശക്തനായിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയിരിക്കുന്നത്. നേരത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. അങ്ങനെ ഒരു ഡൗൺ ഇതിലേക്ക് പോയേക്കാണ് പി. മാത്രമല്ല അതിനുശേഷം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പി ജയരാജൻ്റെ വക സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ചോദ്യം ഉയർന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഈ സാഹചര്യം എങ്ങനെ കാണുന്നു ഈ കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്? അവർ തമ്മിലുള്ള വഴക്കിൻ്റെ ഒരു ഫലമാണ് പി ജയരാജൻ പുറത്തു പോയിരിക്കുന്നത്. ജയരാജൻ അഴിമതിക്കാരനാണ് എന്ന് പി ജയരാജൻ എപ്പോഴും അകത്തും, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഗ്രൂപ്പുണ്ടല്ലോ PJ ആർമി, അവരെ കൊണ്ടുമൊക്കെ പറയിച്ചുകൊണ്ടിരുന്നു. അതൊന്നും ചെയ്തുകൂടാത്തതാണ് ഒരു പാർട്ടിയിൽ. എന്നാൽ ചെയ്യാവുന്നതാണ്. നമ്മൾ തീർത്തും അഴിമതി വിരുദ്ധത ഒക്കെയുള്ള ആദർശശുദ്ധി ഇതൊക്കെയുള്ളവരാണെങ്കിൽ ശരി, അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള ഒരാളാണ് താനെന്ന് പി ജയരാജൻ കരുതുന്നു, സത്യാവസ്ഥ എന്താണെങ്കിലും. പക്ഷേ പി ജയരാജൻ്റെ നോട്ടത്തിൽ ആകെ പി ജയരാജൻ മാത്രമേ അഴിമതി കാണിക്കുന്നുള്ളൂ പാർട്ടിയിൽ. ബാക്കിയുള്ളവരൊക്കെ പാലിൽ കുളിച്ച വെള്ളരിപ്രാവുകളാണ്, അത്രയ്ക്ക് ശുദ്ധിയോടെ ഇരിക്കുന്നവരാണ് എന്നാണ് ജയരാജൻ്റെ. അതൊന്നുമല്ല, പാർട്ടിയിൽ അഴിമതിക്കാർ ധാരാളമുണ്ട്, നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ടാർഗറ്റ് ചെയ്ത് ഒരാളിനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല, അയാൾ പ്രതികരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ജയരാജനേക്കാൾ ജൂനിയറായ MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കുന്നത്. അങ്ങനെ ആക്കിയതിന് കാര്യമായൊരു ന്യായം പാർട്ടിക്ക് പറയാനില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നെ ഭൂരിപക്ഷം അങ്ങോട്ട് തീരുമാനിച്ചതാണ്, ഇങ്ങനെ വേണ്ടാന്ന് തീരുമാനിച്ചു. അത് അങ്ങനെ നിശബ്ദമായിട്ട് സഹിച്ചു. ബട്ട് ഇപ്പുറത്ത് ആ മനുഷ്യൻ ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വൈദേകം റിസോർട്ടിനെ ചൊല്ലി വിവാദമുണ്ടായി. അദ്ദേഹം സൈലൻ്റായിട്ട് അത് നിരാമയ റിസോർട്ടിന് അതിൻ്റെ ഓപ്പറേഷൻ കൊടുത്തു. ഇത് ഉടമസ്ഥത പി ജയരാജൻ്റെ ഭാര്യയ്ക്ക് തന്നെ, ബട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നിരാമയ. നിരാമയയുടെ ഉടമസ്ഥൻ നമ്മളുടെ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ. അദ്ദേഹം സാങ്കേതികമായിട്ടെന്ന് പറഞ്ഞു, എനിക്കറിയില്ല ഭാര്യ അവളുടെ കമ്പനി എന്ത് ചെയ്തു എന്നൊക്കെ. ഇതൊക്കെ പുറത്താരെങ്കിലും വിശ്വസിക്കുമോ? ഭാര്യ ഒരു കമ്പനി, വേറൊരു കമ്പനിയുടെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ഞാൻ ഏറ്റെടുക്കുകയാണെന്നൊക്കെ ഭർത്താവിനോട് പറയാതെ ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പിയും പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, അത് എൻ്റെ ഭാര്യയുടെ ആണെന്ന്. അതിപ്പോൾ അവരെന്തോ ചെയ്യുമോ, ഷെയർ കൊടുക്കുകയോ മേടിക്കുകയോ എന്തൊക്കെ ചെയ്യുന്നു, ഐ ഡോണ്ട് നോ. ദാറ്റ് ഡിഡ്ന്റ് ക്ലിക്ക്. അവിടുന്ന് പബ്ലിക്കിലും പാർട്ടിക്കുള്ളിലും ഇയാളെപ്പറ്റി സംശയമുണ്ടായി. BJPയിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഓപ്പറേഷനെ സംശയിക്കുന്ന ധാരാളം പേരുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു ചാനലാണ് സ്വന്തം മുതലാളിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ഓവർ ടൈം പണിയെടുത്ത ഏക ചാനൽ ഏഷ്യാനെറ്റാണ്. ഈ ഇക്വേഷൻ ഭൂമിയിലെങ്ങും കാണാൻ സാധ്യമല്ല. ആകെ ഇന്ത്യയിൽ, കേരളത്തിൽ ഏഷ്യാനെറ്റ് മാത്രമാണ് ഈ പരിപാടി ചെയ്യുന്നത്. ആ ഇക്വേഷൻ എന്താണ്? ആ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ പറയും, ഞാനതിൻ്റെ എഡിറ്റോറിയൽ ഇടപെടാറില്ല, അത് ഇത് എന്നൊക്കെ പറയും. സിമിലറായൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യ വിഷൻ ചാനൽ ഉണ്ടായപ്പോൾ ആ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു കേസ്, അത് ബ്രേക്ക് ചെയ്തും ഫോളോ അപ്പ് ചെയ്തും ഒക്കെ ഇന്ത്യ വിഷനാണ്. ഇന്ത്യ വിഷൻ്റെ ചെയർമാൻ KM മുനീർ, കേസ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ. അന്ന് മുനീർ ഇതേ ന്യായം പറഞ്ഞിരുന്നു, ഞാൻ എഡിറ്റോറിയൽ ഇടപെടാറില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, പത്രസ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞു. എന്ത് കുന്തം ആയിക്കോട്ടെ, കാണിക്കുന്നത് പോക്കൃത്തരാണെന്നൊക്കെ പറഞ്ഞു. അവസാനം അതിൻ്റേതായൊരു വിധിയുണ്ടായി. അത് പക്ഷേ ഇന്ത്യ വിഷൻ്റെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഇത് അങ്ങനെയല്ല. ഏഷ്യാനെറ്റ് നിരന്തരം BJPയുടെ കേരളത്തിലെ ഒരു കൂടെ ഏതാണെന്ന് ചോദിച്ചാൽ ഏഷ്യാനെറ്റ് കഴിഞ്ഞേ വേറെ ആരും വരുള്ളൂ. വളരെ സമർത്ഥമായിട്ട് അവരത് ചെയ്യുന്നു. എന്നിട്ട് എനിക്കൊന്നും അറിയില്ല, എനിക്ക് പി ജയരാജനെ അറിയില്ല, എൻ്റെ ഭാര്യ ചെയ്തതാണെന്ന്
അദ്ദേഹവും പറയുക. ഇതെന്ത് വെള്ളരിക്കപ്പെടണോ, ആളുകൾക്ക് ഇത് മനസ്സിലാവില്ലേ. അങ്ങനെ EP ജയരാജൻ അൺപോപ്പുലർ ആയിക്കൊണ്ടിരുന്നു. ഒരു സമയത്തിൻ്റെ ഇത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ LDF കൺവീനർ സ്ഥാനം പോകാനായിട്ട്. അങ്ങനെ ആ കൺവീനർ സ്ഥാനം പോയി. പക്ഷേ കൺവീനർ സ്ഥാനം പോയ ആദ്യത്തെ ആളൊന്നും അല്ല EP ജയരാജൻ. PV കുഞ്ഞിക്കണ്ണൻ ഇതുപോലെ നല്ല മനുഷ്യനായിരുന്നു, റിസോർട്ടൊന്നും നടത്തുന്ന ആളായിരുന്നില്ല, അദ്ദേഹത്തെ മാറ്റി. MM ലോറൻസ് അത് CITU ഗ്രൂപ്പിൻ്റെ ആളാണ് എന്നുള്ള രീതിയിൽ ആ ഫൈറ്റ് മൂത്ത് കഴിഞ്ഞപ്പോൾ ആദ്യം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ലോറൻസിനെ മാറ്റിയത് മാത്രമല്ല, പാർട്ടി നടപടിയൊക്കെ വന്ന് ഏരിയ കമ്മിറ്റിയിലെ മെമ്പറോ മറ്റോ ആയിപ്പോയി ലോറൻസ്. അത്രയൊന്നും EP ജയരാജന് പരിക്ക് പറ്റിയിട്ടില്ല.